ഞങ്ങൾക്കൊന്ന് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം പോലും ഇവിടെ ഇല്ല. അടിക്കും, പിന്നെ ഒരു സമാധാനമില്ല. തിന്നാനില്ലെങ്കിലും സമാധാനം വേണ്ട, അത് വാപ്പ തരത്തില്ല. എനിക്ക് പേടിയാ, എന്നെ കുത്തണമെന്ന് പറയും, എന്നെ ചിരവയ്ക്ക് അടിക്കണമെന്ന് പറയും. ഞാൻ അങ്ങനെ ഇവിടുത്തെ ഓടിക്കളയും. എന്നിട്ട് കുഞ്ഞിൻ്റെ ചെവിയുടെ കേളി കുറവ് നഷ്ടപ്പെടുമെന്ന് ഇങ്ങനെ ഡോക്ടറെ പറഞ്ഞു കേൾക്കുന്നു ഞങ്ങളെടുത്ത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിവിടെ വരാൻ കാരണം ആഷിമയുടെ അനിയത്തി, മോളുടെ പേരെന്താ മോളെ? അഫിന. ഇവരെ രണ്ടുപേരെയും കാണാനാണ്. രണ്ട് കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നവരാണ്. ഇപ്പം ഇവരെ പഠിത്തം മുടങ്ങാൻ പോവാണ്, അതായത് പഠിത്തം നിൽക്കാൻ പോവാണ്. കാരണം ഈ ഉമ്മയും ഈ രണ്ട് മക്കളും കൂടെ പെരുവഴിയിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഇവർ ഈ താമസിക്കുന്ന ഈ ഒരു വീട് ഒരു ചെറിയൊരു വീടാണ്. ഈ ഹൗസ് ഓണറിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇവർ കുറേ വാടക പെൻഡിങ് ആക്കി, ഇവർക്ക് ഇനി വാടക കൊടുക്കാനൊരു നിവൃത്തിയില്ല. ഇവരിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങാനായിട്ട് പ്രത്യേകിച്ച് പോകാൻ വഴിയൊന്നുമില്ല. തൊട്ടപ്പുറത്ത് റെയിൽവേ പാളമാണ്. ഇതല്ലാതെ വേറൊരു വഴി ഇവർക്കില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരാൻ കാരണം തന്നെ ഈ രണ്ട് കുട്ടികളുടെ അച്ഛനാണ്. ഡെയിലി വെള്ളം അടിച്ചിട്ട് വന്ന് ഈ രണ്ട് കുട്ടികളെയും എടുത്തിട്ട്